ഹലോ, ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു പ്രഷർ പമ്പ് ഫിക്സിംഗ് ആണ്. അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം, ഒരു പരിചയപ്പെടുത്തൽ. എങ്ങനെയാണ് പ്രഷർ പമ്പ്, ഏതാണ് പ്രഷർ പമ്പ്. ബ്രാൻഡ് ഇത് ടോർമാക് ആണ് കേട്ടോ. മൾട്ടി സ്റ്റേജിൽ വരുന്ന ഒരു ടോർമാക് പ്രഷർ പമ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഇൻസ്റ്റാളേഷൻ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും, കുറച്ച് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യും, പിന്നെ അവിടെ ഇവിടെയൊക്കെ പോയി കുറേ പണിയെടുക്കും. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, ഒരു ഫുൾ ഇൻസ്റ്റാളേഷൻ ആക്കിയിട്ട് നമ്മളൊരു വീഡിയോ എടുക്കുകയാണ്. ടൺഫോഴ്സിൻ്റെ സ്വിച്ചാണ് കേട്ടോ, പ്രഷർ സ്വിച്ച്. ഇതൊക്കെ വേറെ വേറെ ആയിട്ടാണ്. പിന്നെ ഇത് ഫിക്സഡ് ആയിട്ട് വരുന്ന പമ്പുകളുണ്ട്. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. രണ്ട് വയർ കണക്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. മോട്ടറിൻ്റെ ഇൻലെറ്റിലേക്ക് വരുന്ന രണ്ട് വയർ പ്രഷർ സ്വിച്ചിൽ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. 22 ലിറ്റർ കപ്പാസിറ്റിയുള്ള പ്രഷർ ടാങ്കാണത്. ബ്രാൻഡ് എന്നൊന്നും പറയാൻ ടോർമാക്ക് ഇതിൽ വലിയ ടൈറ്റിലൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എയർ ഇതിലേക്ക് റിലീസാവുന്നത്, ഇതിലേക്ക് ഫില്ലാവുന്നത് ഓരോ പ്രാവശ്യം നമ്മളെ മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ ഇതിലേക്ക് ഒരു നിശ്ചിത അളവിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ടൈമിൽ ഒരു ചെറിയൊരു അളവിലാണ് ഇതിലേക്ക് പ്രഷർ ഇതിലേക്ക് ഫില്ലാവുക. എയർ ഫില്ലായിട്ട് ആ എയർ നമ്മൾ കറണ്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എയർ 3 ബാർ പ്രഷർ പൈപ്പിൽ ലോഡായി കഴിഞ്ഞാൽ ആ പ്രഷർ തീരുന്നവരെ നമ്മളെ പമ്പിൽ നിന്നാണ്, ഈ സിലിണ്ടറിൽ നിന്നാണ് പ്രഷർ കൊടുക്കുന്നത്. പമ്പിന് ആ സമയം റെസ്റ്റാണ്. അപ്പോൾ ചില ആളുകൾ ഉദ്ദേശിക്കും സിലിണ്ടർ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഇല്ലെങ്കിൽ ഫുൾ ടൈം സിലിണ്ടറിൽ നിന്ന് ഇത് കിട്ടിയിട്ട്, എയർ കിട്ടിയിട്ട്, പ്രഷർ കിട്ടിയിട്ട് സിലിണ്ടർ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണ്. ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അതായത് നമ്മൾ എടുക്കുന്ന പമ്പിൻ്റെ ഇപ്പോൾ ഒരു 6 ബാത്റൂം എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ടാപ്പാണ് കേട്ടോ. ഒരു ടാപ്പിൽ നിന്ന് 8 ലിറ്റർ വെള്ളം, അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ 8 ലിറ്റർ ആകുമ്പോൾ ഇതിന് 16, ഇതിപ്പോൾ 24 അല്ലേ. 3 ടാപ്പ്, 3 8 24. ഈ 3 ടാപ്പിൽ 24 ലിറ്റർ വെള്ളം നമുക്ക് കിട്ടുന്നത് വരെ ഈ പമ്പിലുള്ള, ഈ ടാങ്കിലുള്ള പ്രഷറും കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരാൾ ബാത്റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കറണ്ട് പോയി, ഈ 24 ലിറ്റർ വെള്ളം ഒരാളാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ആ പ്രഷർ റിലീസായി. പിന്നെ പമ്പിൽ നിന്ന്, സിലിണ്ടറിൽ നിന്ന് പ്രഷർ കിട്ടില്ല, പിന്നെ കറണ്ട് വരണം. അപ്പോൾ ആ 24 ലിറ്റർ പ്രഷറിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ആ ടൈമിൽ നമ്മൾ ബാത്ത് കുളിക്കുകയാണെങ്കിലൊക്കെ 24 ലിറ്റർ പ്രഷർ വെള്ളം നമുക്ക് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ അടുക്കളയിൽ കുറച്ചാൾ എടുക്കുന്നു, കുറച്ചാൾ ബാത്റൂമിൽ എടുക്കുന്നു, കുറച്ചാൾ വേറെ എന്തെങ്കിലും ഔട്ട് സൈഡിൽ എടുക്കുന്നു, ഇങ്ങനെയൊക്കെ ആയിട്ട് പെട്ടെന്ന് 24 ലിറ്റർ അപ്പോൾ ആ സമയത്ത് ഒറ്റ ടൈമിലാണ് തീർന്നു പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ബൈപ്പാസ് ഉപയോഗിക്കേണ്ടി വരും, സ്റ്റോറേജ് തീരും. അപ്പോൾ സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് ടൈമിങ് കിട്ടും. അതുപോലെ തന്നെ ലിറ്ററിൻ്റെ അളവും കൂടും. 54 ലിറ്റർ, 50 ലിറ്റർ, 60 ലിറ്റർ, 64 ലിറ്ററിനൊക്കെ ടാങ്ക് വെക്കുമ്പോൾ നമുക്ക് 8 ടാപ്പ്, 9 ടാപ്പ്, അങ്ങനെ ടാപ്പിൻ്റെ കണക്ക്. അപ്പോൾ ഒരു ടാപ്പിന് 8 ലിറ്റർ എന്ന് കൂട്ടിയാൽ മതി. ഒരു പോയിൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ടാപ്പാണ് കേട്ടോ. അപ്പോൾ പ്രഷർ സ്വിച്ച്, അപ്പോൾ ഇതിൻ്റെ ഈ പ്രഷറിൻ്റെ അളവ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു പോയിൻ്റിന് ഉദ്ദേശിക്കുന്നത് 8 ലിറ്ററാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സിലിണ്ടറിനെ മൾട്ടിപ്പിൾ ചെയ്ത് പോവാം. അതിനനുസരിച്ച് നമുക്ക് ലിറ്റർ അളവ് കൂടി വരും. അതിൻ്റെ ഡിസ്ചാർജ്, അതായത് കറണ്ട് പോകുന്ന ടൈമിൽ നമ്മൾ എടുക്കുന്ന അളവ്. പിന്നെ ഇത് നമ്മൾ ചെയ്യുന്നതൊക്കെ PPR വർക്കാട്ടോ. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ PPR ആണ്. മുമ്പ് CPVC ചെയ്തുകൊണ്ടിരുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മൾ PPRലേക്ക് മാറി. PPR ആകുമ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ല. എവിടെയും പൊട്ടുന്നതോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ്, രാത്രി പോയി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പശ വെക്കാത്ത എവിടെയെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ടൈലൊട്ടിച്ച് തേച്ച് പോയി, ഇനി പ്രഷർ പമ്പ് അടിക്കുമ്പോൾ ചിലപ്പോൾ ഇതിലൊക്കെ ലീക്ക് വരും. 1-2 സ്ഥലത്തൊക്കെ നമുക്ക്, 1-2 സ്ഥലങ്ങളല്ല, നമുക്ക് കുറേ സ്ഥലത്ത് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ അതൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനമാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നേരെ 260 ഡിഗ്രി ടെമ്പറേച്ചറിൽ നമ്മളെ ഹീറ്റർ വെക്കുക. ഇനി അവിടുത്തെ സ്ഥലത്തിൻ്റെ വോൾട്ടേജിൻ്റെ ഇതനുസരിച്ച് കേട്ടോ. എല്ലായിടത്തും പോയിട്ട് ഇനി നമ്മൾ 260 വെച്ചിട്ട് ഇത് ചെയ്താൽ മതി എന്നുണ്ടായി വെക്കാൻ നിൽക്കണ്ട. വോൾട്ടേജ്, നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലത്തെ വോൾട്ടേജ് നിങ്ങൾ നോക്കണം.
പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന എക്സ്റ്റൻഷൻ റീലും പരമാവധി കുറയ്ക്കുക. 5 മീറ്ററോ 10 മീറ്ററോ റീലാക്കുക. 50 മീറ്റർ റീലൊന്നും ചുരുട്ടിയിട്ട് ഈ ഹീറ്റർ കുത്തിയിട്ട് പണിയെടുക്കാൻ നിൽക്കരുത്. വോൾട്ടേജിൻ്റെ ഡ്രോപ്പ് ഒരുപാട് കണ്ടമാനം വരും. ഹീറ്റർ പരമാവധി ഹീറ്റാവില്ല, ഉരുകൂല, പൈപ്പ് ഉരുകൂല. 260 ഡിഗ്രി ടെമ്പറേച്ചർ വേണം നമ്മളെ PPRൻ്റെ പ്രോസസ്സിങ് ഉരുകി ഒട്ടാൻ. അതിന് 70 ആയാലും കുഴപ്പമില്ല, കുറച്ച് സമയം നിങ്ങളത് പിടിച്ച് നിൽക്കണം എന്നുള്ളൂ. അതായത് അത് ഒന്ന് ഉറയ്ക്കുന്നത് വരെ, അത് മെൽറ്റാകുന്നത് വരെ നിങ്ങളൊന്ന് പിടിച്ചിക്കണം. മെൽറ്റായി കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ ആ ടൈമിന് വിത്തിൻ സെക്കൻഡ് നിങ്ങൾക്ക് പ്രഷർ ചെക്ക് ചെയ്യാം. അതാണ് ഈ PPRൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നമ്മളെല്ലാവരും, നമ്മളെ വർക്കേഴ്സ് എല്ലാവരും ഒരാളില്ലാതെ ഇതിൻ്റെ A to Z PPRൻ്റെ വർക്കുകൾ എക്സ്പേർട്ടായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഏതൊരാൾ PPRൻ്റെ പണി ചെയ്യാൻ പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടാണ് അവരോട് പറയുന്നത് PPR ചെയ്യാം. CPVCനെ അപേക്ഷിച്ച് വില 2 രൂപ കുറവാണ്. പിന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പൈപ്പ് എടുക്കാം. നോൺ ടോക്സിക്കാണ്, ഹൈജീനിക്കാണ്, വാറൻറ്റി എല്ലാം തന്നെ നമുക്ക് തരുന്നുണ്ട്. പിന്നെ അൺബ്രേക്കബിളാണ്, അടിച്ചാൽ വരെ പൊട്ടൂല. ആ ഒരു ഗ്യാരൻറ്റിയിൽ നമുക്ക് ഇത് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുമോ, അത് ചെയ്തു. അപ്പോൾ ക്ലയൻറ്റിനോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു പ്ലംബറാണ്. അപ്പോൾ പ്ലംബർക്ക് അത് ഇപ്പം പറഞ്ഞു കൊടുക്കണമെങ്കിൽ പ്ലംബർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ആധികാരികമായിട്ടുള്ള അറിവുണ്ടാവണം. അപ്പോൾ പ്ലംബർ, നമ്മളൊക്കെ ഓരോരോ കമ്പനികളെ മീറ്റിന് പോയിട്ട് അവരിത് ട്രെയിനിങ് തന്ന് അതിൽ നമ്മൾ അവരെ പ്രൊഡക്റ്റിൽ നമുക്ക് വിശ്വാസം വന്ന് അങ്ങനെയാണ് നമ്മൾ എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ ഫുള്ളി PPR ആണ്. 1 മീറ്ററിൻ്റെ വർക്കാണെങ്കിൽ വരെ നമ്മളെ കയ്യിൽ PPR സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് എടുത്ത് ചെയ്യാൻ, ഇപ്പോൾ ഔട്ട്ഡോർ വർക്കായാലും ഇൻഡോർ വർക്കായാലും എല്ലാം PPR 1 ഇഞ്ച്, 1.5 ഇഞ്ച്, 3/4 ഇഞ്ച് ഒക്കെ. ഇനി ടാങ്ക്, ഇപ്പോൾ ടാങ്കിന്നൊക്കെ നമ്മൾ 2 ഇഞ്ചാണ് ഇറക്കുന്നത്, നോർമലി PVC ആണ്. ഇനിയിപ്പോൾ അതും കൂടി നമ്മൾ PPRലേക്ക് ചെറിയൊരു വില വ്യത്യാസം ഉണ്ടാവും. ടോട്ടലി 1 ലക്ഷം രൂപേൻ്റെ സാധനം എടുക്കുമ്പോൾ ഒരു 5000 രൂപേൻ്റെ വ്യത്യാസം ഉണ്ടാവും. ആ ഒരു 5000 രൂപേൻ്റെ വ്യത്യാസത്തിന് നമ്മൾ ഒരു ലോങ് ലൈഫ് ഇല്ലാത്ത ഒരു പൈപ്പ് എടുത്ത് ചെയ്യൽ ഭയങ്കര വിഡ്ഢിത്തരാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളതിന് നിൽക്കണ്ട. ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ പ്രോസസ്സിങ് 260 ഡിഗ്രിയിൽ ഇത് ഉരുകി ഇത് ഞങ്ങൾ ഒട്ടിച്ചു. ഇനി ഇതിപ്പോൾ ഒട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ഷവർ വെച്ച് ഇപ്പം തന്നെ നമുക്ക് ട്രയൽ അടിക്കാം. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഉണങ്ങാൻ കാത്തു നിൽക്കണ്ട. അതായത് ഉരുകി ഇത് വെൽഡിംഗ് ആണ്. ഒരു PPR വെൽഡിങ്, ഇരുമ്പൊക്കെ വെൽഡ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഫ്യൂഷൻ വെൽഡിംഗ് ആണ് ഈ PPR. ഫ്യൂഷൻ വെൽഡിങ് മെഷീൻ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ നമ്മൾ പമ്പിൻ്റെ വർക്ക് തീർന്നു. ഡൈവേർട്ടറിൻ്റെ ഇപ്പോൾ 3 ബാർ പ്രഷർ കൊടുത്തിട്ടുണ്ട്. അക്വാമാക്സ് ഡൈവേർട്ടറാണ്. പെർഫോമൻസ് ഏകദേശം ഒന്ന് നോക്കുകയാണ്. 3-in-1 ഓപ്ഷനാണ് കേട്ടോ. റെയിൻ ഷവറാണ്. ഇത് സില്ലിയോൺ എന്ന് പറഞ്ഞൊരു കമ്പനി തന്നെയാണ്. ഇത് ടെസ്റ്റിന് വേണ്ടി നമ്മൾ താൽക്കാലികം ഒരു ബാത്റൂം ട്രയൽ റണ്ണിന് എടുത്തതാണ്. അപ്പോൾ 3 ബാർ പ്രഷർ ഏകദേശം നല്ല ഒരു പ്രഷറാണ്. ഇപ്പോൾ ഫുൾ ബാത്റൂം ആണെങ്കിൽ തന്നെ നമുക്കൊരു ചെറിയൊരു ഡ്രോപ്പ്, ചെറിയൊരു ബാറ് വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. എന്നാൽ തന്നെ നമുക്ക് നല്ല ഹൈ സ്പീഡിൽ ഈ കാണുന്ന ഒരു പെർഫോമൻസിൽ നമുക്ക് വെള്ളം കിട്ടും. പിന്നെ നമ്മൾ 8 ബാത്റൂം 9 ബാത്റൂം എന്ന് പറയുന്നത് ഹോം സ്റ്റേകൾ, റിസോർട്ടുകളൊക്കെയാണ്. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന, ഒരുമിച്ച് ഗസ്റ്റൊക്കെ വരുന്ന, ഒന്നായിട്ട് ഒരേ ടൈമിൽ തുറക്കുന്ന ഇതുകളുടെ നമ്മൾ ഈ 9 ബാത്റൂം 6 ബാത്റൂം എന്ന് പറയുന്നത്. വീടുകൾക്കൊക്കെ ഇതൊക്കെ ധാരാളമാണ്. അതായത് ഈ മൾട്ടി സ്റ്റേജ് പമ്പുകൾ എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഒരു ഫുൾ വീട്ടിലെ കവറേജ് ഈ മൾട്ടി സ്റ്റേജ് പമ്പിനെ കൊണ്ട് നടത്താൻ വേണ്ടി സാധിക്കും. ശരിക്കും നോർമലി ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ആണെങ്കിൽ 1200 ആണെങ്കിൽ നമുക്കൊരു 1/2 HP പമ്പ് മതി. ഇനി അതും വേണ്ട, 2 ബാത്റൂം എന്ന് പറയുന്ന ഒരു പമ്പിനെ കൊണ്ട് നമുക്ക് 4 ബാത്റൂം നമുക്ക് സുഖമായിട്ട് ഓടാം. അതിന് കൊടുക്കുന്ന ബൂസ്റ്റർ പമ്പുകളുണ്ട് കേട്ടോ. ബൂസ്റ്റർ പമ്പ് ഉപയോഗിച്ചാലും നമുക്ക് ഇതേമാതിരിയുള്ള പർപ്പസുകൾ നടത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ കറണ്ട് കൺസപ്ഷൻ വളരെ കുറവിൽ ഈ ചെറിയ ബൂസ്റ്റർ പമ്പുകളുണ്ട്. ഏകദേശം ഒരു 3000 രൂപ 4000 രൂപ വരുന്ന ബൂസ്റ്റർ പമ്പുകളുണ്ട്. അങ്ങനത്തെ പമ്പുകൾ വെച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ പ്രോഗ്രാമും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ്, അതേമാതിരി പുതിയ ക്ലോസറ്റ്സുകൾ ജാഗുവറിലും മറ്റ് കമ്പനികളിലൊക്കെ വരുന്ന അപ്ഡേഷൻ വന്ന ക്ലോസറ്റുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ക്ലോസറ്റുകളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ
മിക്സ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ എല്ലാ വീഡിയോസും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അതുവരെയും ഗുഡ് ബൈ.